ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൈമ റൈസ് വെച്ചിട്ട് അത് കുക്കറിൽ അടിപൊളിയായിട്ടൊരു ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉള്ളിയൊന്നും വഴറ്റി നമുക്ക് സമയം കളയേണ്ടതില്ല. നമുക്ക് ചിക്കൻ്റെ ഗ്രേവിയും നമുക്ക് കുക്കറിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് മല്ലി, കുരുമുളക്, വറ്റൽമുളക്, കറിവേപ്പില, പെരുംജീരകം എന്നിവയെല്ലാം എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. 1.5 കിലോ ചിക്കൻ ഞാനിവിടെ വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് നേരെ നമുക്ക് കുക്കറിലും മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ചെറിയ കുക്കർ ആയതുകൊണ്ട് മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് വേറെ പാത്രം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ നേരിട്ട് കുക്കറിൽ തന്നെ പുരട്ടിയെടുക്കാം ഇതിൻ്റെ മസാലകളെല്ലാം. പിന്നെ ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള 4 കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, മല്ലിപ്പൊടി 3 സ്പൂൺ, പുളിയില്ലാത്ത തൈരും, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാലപ്പൊടിയും ഇത് നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത ആ മസാലപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി ചെറുതായിട്ട് കട്ട് ചെയ്ത 2 തക്കാളിയും 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കണം. ആ ചിക്കനിലൊക്കെ എല്ലാം ആകുന്ന രീതിയിൽ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 15 തൊട്ട് 30 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കണം. 15 മിനിറ്റെങ്കിലും നമ്മൾ വെച്ചിരിക്കണം. ഇതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. 15 മിനിറ്റിന് ശേഷം നിങ്ങൾ കുക്കറിലാണ് ഇത് പുരട്ടിയെടുത്തെങ്കിൽ ഡയറക്റ്റ് നമുക്കിത് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിത് നേരെ കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഒറ്റ വിസിൽ കൊണ്ട് തന്നെ നമുക്ക് ഈ ചിക്കൻ എല്ലാം വെന്ത് കിട്ടും. ഒരു വിസിലടിച്ചപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഗ്രേവി കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ചൊന്ന് കുറുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതി. ചിക്കൻ എല്ലാം വെന്ത് റെഡിയായിട്ടിരിക്കുകയാണ്. ചിക്കൻ അവിടെ റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി പൊടിക്കാത്ത മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സവാളയുടെ പകുതി നീളത്തിൽ കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് വേണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കാഷ്യൂനട്ട്, കിസ്മിസ്, ക്യാരറ്റ്, പൈനാപ്പിൾ എന്നിവയും കൂടെ ഇട്ട് ഒരു 2 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. പൈനാപ്പിളൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് ആ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റും ഒരു മണമൊക്കെ നമുക്ക് കിട്ടും. കൂടാതെ ആ നെയ്യിലൊക്കെ കിടന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും. ഏകദേശം 2 മിനിറ്റ് ആയപ്പോഴേക്കും ഇതിലേക്കിനി മല്ലി, പുതിനയിലയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാവുന്നതാണ്. 1 കപ്പ് അരി ഞാൻ 1 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ആ വെള്ളത്തിൽ നിന്നും അത് ഊറ്റി മാറ്റി വെക്കണം. ഇനി ആ കപ്പിൽ തന്നെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ റൈസിന് വേണ്ടി ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ പിഴിഞ്ഞു കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ആ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഈ റൈസ് ഇടുന്നതിന് മുന്നേ തന്നെ ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ റൈസും വെള്ളവും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു റൈസിൻ്റെ ലെവലിൽ വെള്ളം എത്തുന്ന സമയത്തേക്ക് നമുക്ക് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ആ നിരത്തി വെക്കുക. റൈസ് എല്ലാം ഇതുപോലെ ഒന്ന് നിരത്തി വയ്ക്കാം. ഇനി ഇതിൻ്റെ മീതെ നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് മല്ലിയും പുതിനയിലയും കൂടെ കട്ട് ചെയ്തതും, പൈനാപ്പിള്, പിന്നെ നമ്മുടെ കാഷ്യൂനട്ട്, കിസ്മിസ് ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ചേർത്ത് കൊടുത്തതാണ്. ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യും കൂടെ ഇതിൻ്റെ മീതെ ഒഴിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ആ ഗ്രേവി എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇത് മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 20 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ കറക്റ്റ് ഗ്യാസ് ഓഫ് ചെയ്തിരിക്കണം. അത് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മുടെ
സ്റ്റീമെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഇതുവരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.